guys, so welcome back to our channel Madhurakanis. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിക്കുകയാണ്. ഇത്ര നാൾ ഞങ്ങൾ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് തന്നെ ഞങ്ങളൊരു കുക്കിംഗ് വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്യണേ. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ ചിക്കൻ കൂട്ടാൻ, ചിക്കൻ കറി. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോയാലോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനൊക്കെ മസാലാസ് തേച്ച് പിടിപ്പിക്കാം. അതാദ്യം നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുരുമുളക് അത് നമുക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ഇത്തിരി സോയാ സോസ് ഒഴിക്കാം. അതിനുശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടിച്ച് അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം പാൻ വെച്ച് അതിലേക്ക് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാളൊക്കെ എടുത്തിടാം. അങ്ങനെ നമ്മൾ സവാളൊക്കെ എടുത്തിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ഇടാം. അതൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പിടാം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി അതിലേക്ക് ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും അതൊന്ന് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ 2 തണ്ട് വേപ്പില നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ അതിനാവശ്യമുള്ള മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഇതൊക്കെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇട്ടതിന് ശേഷം അങ്ങനെ ഇത് ഇളക്കി ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ വരണം. അതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ അതൊക്കെ ഒഴിച്ച് സെറ്റായി ഒരു ബ്രൗൺ കളർ വരണ വരെ നമുക്കതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊരു നല്ലൊരു വഴറ്റൊരു സ്മെല്ല് വരും. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് കുറച്ച് ശേഷമായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ചിക്കനും ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം നമുക്കിത് വേവിക്കാനായിട്ട് അടച്ച് വയ്ക്കാം. നമ്മൾ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല തിളച്ച് വെന്തിരിക്കേണ്ടത് നമുക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ. അതിനുശേഷം നമുക്ക് ചോറ് ഉണ്ണാൻ പോയി. അപ്പോൾ ഞങ്ങൾ അമ്മോട് ചോദിച്ചപ്പോൾ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് വേഗം തന്നെ വരും.